ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? അതിനുള്ള വെജിറ്റബിൾസാണിത്. ക്യാരറ്റും ബീൻസും ക്യാബേജും നമ്മുടെ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസ്. ഇത് നീളമുള്ള വെള്ള അരിയാണ്. ഇന്ത്യ ഗേറ്റ് ബസ്മതി സെല്ല റൈസ് എന്ന് പറയും. നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക. വേറെ മസാലകളൊന്നും വേണ്ട കേട്ടോ. ഇത് ചൈനീസ് ആയതുകൊണ്ട് ഉപ്പും വെള്ളവും മാത്രം മതി. അതിലേക്ക് കഴുകി വാരിയ അരി ഇട്ട് കൊടുക്കുക. നമുക്ക് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക. ഒരു 3/4 വേവിൻ്റെ പരുവത്തിൽ നമുക്ക് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം. ഇനി പച്ചക്കറികളെല്ലാം നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. എല്ലാം ചെറിയ ചെറിയ സ്ക്വയർ പീസുകളിട്ടാണ് അരിയുന്നത്. സവാളയും ക്യാപ്സിക്കവും ബീൻസും ക്യാരറ്റും എല്ലാം സ്ക്വയർ പീസുകൾ. കൂടുതൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഉരുളി വയ്ക്കാം. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ ചതച്ച പച്ചമുളക് അതുകൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇഞ്ചി ഉള്ളതുകൊണ്ട് ചുവട്ടിൽ പിടിക്കും. അതുകൊണ്ട് നോക്കി നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള കൊത്തിയരിഞ്ഞതാണ്, 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഒന്ന് ഇളക്കി ഒന്ന് രണ്ട് ഇളക്കുമ്പോഴേക്കും നമുക്ക് അടുത്ത പച്ചക്കറികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഒന്നും വാടിപ്പ് വേണ്ട. ബീൻസ് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത് ഒരു 5-6 ബീൻസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ക്യാരറ്റ്, ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞ ക്യാരറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊരു 2-3 ഇളക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിനി അതിലേക്ക് ക്യാബേജ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഉപ്പ് പഞ്ചസാരയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കറിക്കുള്ള ഉപ്പും ഒരല്പം പഞ്ചസാര കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നിറം മാറാതിരിക്കും. കുറച്ച് പഞ്ചസാര കൂടി ചേർക്കണമെങ്കിൽ നിറം അത് ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ട് വളർന്ന് ഇളക്കിയ ശേഷം ബാക്കി ക്യാബേജ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം, ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി, ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോറിനും കൂടിയുള്ള കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് ഊറ്റിയ ചോറ് ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചോറും കുറേശ്ശായിട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പച്ചക്കറികളുടെ കൂട്ടത്തിൽ നമ്മൾ സോയ സോസ് ചേർത്തിട്ടുണ്ട്. അതെല്ലാം പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള സോയ സോസും കുരുമുളക് പൊടിയും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഈ വെജിറ്റബിൾ ഫ്രൈഡ് റൈസിലേക്ക് നമുക്ക് മുട്ട ചിക്കി പൊരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ എഗ് ഫ്രൈഡ് റൈസ് ആവും. ഒരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് 2-3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം.
ഞാനിവിടെ 1/2 കിലോ അരി എടുത്തിരിക്കുന്നത്. അപ്പം 3 മുട്ട എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചിക്കി പൊരിച്ചെടുക്കുക. ഒത്തിരി മൊരിച്ച് കളയണ്ട. എന്നാൽ അതിനാണ് എണ്ണ കൂടുതലൊഴിക്കുന്നത്. എണ്ണ കൂടുതലൊഴിക്കുമ്പം അത് തട്ടി പൊത്തി അങ്ങനെ നിന്നോളും, വിട്ട് നിൽക്കുകയും ചെയ്യും. കണ്ടോ? അപ്പോൾ ഒത്തിരി മൊരിഞ്ഞ് പോകണ്ട. എന്നാൽ സ്ക്രാമ്പിൾഡ് നമുക്കൊന്ന് ചിക്കി പൊരിച്ച് എടുത്ത പരുവത്തിൽ. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഒരല്പം സോയാ സോസും കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഈ ചോറിൻ്റെ രുചിക്കനുസരിച്ചാണ്. ചില ആൾക്കാർക്ക് സോയാ സോസ് നല്ല ഇഷ്ടമാണ്, അവർക്ക് സോയാ സോസ് കൂടുതൽ ഒഴിച്ചൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാൽ പല ആൾക്കാർക്കും സോയാ സോസും കുരുമുളക് പൊടിയും അധികമാവുന്ന ഇഷ്ടമല്ല. ഇവിടെ ഒരല്പം കുരുമുളക് പൊടി നമ്മുടെ മുട്ടയ്ക്കകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഇത്തിരി സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ മുട്ടയ്ക്കകത്തേക്ക് ചേർത്തു. ഇത് ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ ഈ ചോറിലേക്ക് നമ്മുടെ മുട്ട ചിക്കി പൊരിച്ച് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ മുട്ട നന്നായിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യം പോലെ എടുക്കാം. 4-5 മുട്ടയൊക്കെ എടുക്കാം, എന്നാലേ കുറച്ച് കാണാനെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പം എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. ഇതിനകത്തേക്ക് സെലറിയിലയും സ്പ്രിംഗ് ഒണിയനും ചേർക്കണം. അതാണ് മണം. നമ്മുടെ ഈ ഫ്രൈഡ് റൈസൊക്കെ മണം എന്ന് പറഞ്ഞാൽ സെലറി ഇലയും സ്പ്രിംഗ് ഓണിയനും, വേണമെങ്കിൽ ഒരല്പം അജിനമോട്ടയും ചേർക്കാം. ഇത് 3 ഞാനിപ്പോൾ ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ ഈ അവസരത്തിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സെലറിയും സ്പ്രിംഗ് ഓണിയനും ഞാൻ ചേർത്തിട്ടില്ല, അല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി. ഇതിലേക്ക് ഒരു 2-3 പീസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച ശേഷം അരിഞ്ഞ് ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് കൂടിയാവും. അപ്പോൾ ചിക്കൻ എന്താ ചെയ്തത്? ചിക്കൻ നമ്മളൊരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തു വേവിച്ച ശേഷം അത് കൈകൊണ്ട് അടർത്തി എടുത്തു. എന്നിട്ട് കുറച്ച് എണ്ണ, നമ്മുടെ ചിക്കൻ ഒന്ന് മുക്കാനുള്ളത് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ട് ആ ചിക്കൻ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ചോറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളപ്പം ആ ചോറിൽ നമുക്ക് വെജിറ്റബിൾസും ഉണ്ടാവും, എഗ്ഗും ഉണ്ടാവും, കുറച്ച് ചിക്കനും ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് സെലറി ഇലയും സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്താൽ അടിപൊളിയായിരിക്കും. അപ്പം നമ്മളുടെ അടിപൊളി ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ്, അധിക ചിലവൊന്നുമില്ല. വല്ലപ്പോഴും മേടിക്കുന്ന ചിക്കൻ അന്നൊരു പീസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാം. പച്ചക്കറികളും മുട്ടയും അതിൻ്റെ കൂടെ കുട്ടികളുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.